ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള, അതായത് അങ്ങനെ സാധാരണ നമ്മൾ ഉണ്ടാക്കാത്ത വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് കാണിക്കുന്നത്. അതായത് ഗോതമ്പ്, ശർക്കരപ്പാനി, മൈസൂർ പഴം, ഇതാണ് പ്രധാന ചേരുവകൾ ഇതിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഇപ്പോൾ ഒരു 2 അച്ച് ശർക്കര വേണമെങ്കിൽ 2-3 ആക്കാം. ശർക്കര പാനിയാക്കാം. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2-3 മൈസൂർ പഴമുണ്ട്. അപ്പോൾ ഈ ശർക്കരപ്പാനി ഗോതമ്പ് പൊടിയിലിട്ടിട്ട് കലക്കി മാവാക്കി മാറ്റാം. മുഴുവൻ പറഞ്ഞോളൂ. കുറവുണ്ടോ നോക്കട്ടെ. ബാക്കി കൂടി ഞാൻ പറഞ്ഞോളൂ, നോക്കിയിട്ട് അങ്ങനെ ഉണ്ട് കലക്കി കൊടുക്കും. മൈസൂർ പഴം ഗ്ലാസ്സിലിട്ടിട്ട് അത് ഒരു സ്പൂൺ കൊണ്ട് തന്നെ നമ്മൾ ഉടച്ചെടുക്കാം. അത് ഈ നമ്മളെ മാവിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. ലേശം ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, ഈ പരുവത്തിലാവണം നമ്മൾ മാവ്. ലേശം നെയ്യ് എടുത്തിട്ട് ഇഡ്ഡലി തട്ടിൽ നമ്മൾ നന്നാക്കി ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് കുറച്ച് അധികം അയച്ചിട്ട് ഇതൊന്നും കുഴപ്പമില്ല. ഉണ്ടാവും. കലക്കച്ച മാവ് ഇതിൽ തട്ടിൽ പാരുകയാണ്. ഇഡ്ഡലിക്കൊക്കെ പാരുന്ന പോലെ തന്നെ. ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ട് നേരെ അടുപ്പത്ത് വയ്ക്കാം, വേവിച്ചെടുക്കാം. ഇത് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഈ പലഹാരത്തിനുള്ളത് ഇത് ആവിയിൽ വേവിക്കുന്ന പലഹാരമാണ്. അപ്പോൾ സത്യത്തിൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മാവ് എടുക്കുക, നേരെ കുഴച്ച്, അതായത് മാവ് വെള്ളത്തിൽ കലർത്തി കുറുന്നനാക്കിയിട്ട് മാവ് കലക്കുന്നൊരു പണി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ ഇഡ്ഡലി തട്ടിലിട്ട് വേവിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കാര്യമായൊരു പണിയില്ല. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര നല്ലൊരു പലഹാരം കൂടിയാണിത്. അപ്പോൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് വെന്തോ നോക്കുക. മിക്കവാറും ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്, ആവിയൊക്കെ വന്നിട്ട്. തട്ടുന്ന എടുത്ത് വയ്ക്കാം.
12 എണ്ണം, 3 തട്ടിലായിട്ട് 12 എണ്ണം. ഇവിടെ റെഡിയായി നമ്മളെ അപ്പം. അപ്പം അപ്പം ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറിയാലേ ഇതാ തട്ടുന്ന് കിട്ടുള്ളൂ. ചൂടാകട്ടെ. ഇതിപ്പോൾ ചൂടാറിയാലേ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പാകം. കറക്റ്റ് തോണ്ടിക്ക് ഇങ്ങോട്ട് കാണണേ, ഇങ്ങോട്ട് ചെരിച്ചേക്കി. അതൊക്കെ തോണ്ടിയെടുത്തേ. ഇനി തട്ടുന്ന് നല്ലോണം ചൂടാറിയ ശേഷം തട്ടുന്നത് എടുത്ത് വയ്ക്കാം, പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അതെ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണിത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കടയ്ക്കൊന്നും പോയി വാങ്ങാനുള്ള ഓടേണ്ട സമയം ഒന്നും ആവശ്യമില്ല. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക. അത്ര എളുപ്പമാണ്. അതൊക്കെ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ നല്ല പലഹാരങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ മാക്സിമം ഉണ്ടാക്കി നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. ഇനി അത് കഴിക്കുകയാണ്. കാപ്പിയോ? കൂടെ കാപ്പിയുണ്ട്. ഇത് മധുരല്ലേ? അപ്പോൾ അധികം ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരം കൂടിയാണിത്. ഭയങ്കര ടേസ്റ്റാണ്. 4 മണിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാമല്ലോ. അത് അധികം ചിലവുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.